ഏറ്റവും വലിയ വിജയങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വിജയങ്ങൾ, ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വിജയങ്ങളുണ്ടാവും നമ്മുടെ സ്ഥാപനത്തിൽ. യെസ്, വിജയങ്ങൾ ഒരിക്കലും റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിജയങ്ങൾ സന്തോഷമല്ല. നമ്മുടെ ആഗ്രഹം എപ്പോഴും പ്രഗതിയെ സംബന്ധിച്ചിടത്തോളം പ്രഗതിയിൽ എല്ലാ കുട്ടികളും തുല്യരാണ്. ഇപ്പോൾ നല്ല പോലെ പഠിക്കുന്നൊരു കുട്ടിയുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ പിന്നെ ഒരു 1-ാം റാങ്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു എക്സാം ഹാളിൻ്റെ അകത്ത് ചെറിയൊരു പാളിച്ച കൊണ്ട് ആ കുട്ടി ചിലപ്പോൾ പുറകോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന റാങ്ക് പ്രകാരം തന്നെ യഥാർത്ഥ പരീക്ഷ കിട്ടണമെന്നില്ല, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ജോലി കിട്ടാവുന്ന ഒരു കുട്ടി അത് എത്ര മുൻനിര റാങ്ക് കിട്ടിയാലും എത്ര പുറകിലുള്ള റാങ്ക് കിട്ടിയാലും ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അത് ഒരു വല്ലാത്ത ലഹരിയാണ്. കാരണം വെച്ചാൽ അവരെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും. എന്നുവെച്ചാൽ നമ്മുടെ പ്രഗതിയെ കാണാൻ വേണ്ടിയും എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ക്ലാസ്സുകളിലും കയറിയിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്ര പിറകിൽ നിൽക്കുന്ന താഴേക്ക് നിൽക്കുന്ന കുട്ടികൾ വിജയിച്ച് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അനുഭവമുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരു വലിയ ചർച്ചയാണല്ലോ. അതെ, അത് CPO നമുക്ക് എപ്പോഴും നല്ല റിസൾട്ട് വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, CPOൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് വരുന്നതിൻ്റെ കാരണം നമ്മളവരെ ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ബൾക്കായിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്കറിയാം മുൻനിര റാങ്കിൽ ഭൂരിഭാഗം നമുക്ക് എല്ലാ റാങ്ക് ലിസ്റ്റിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കിട്ടുന്നത് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് 100-100 ആൾക്കാർ ഒരുമിച്ച് എടുക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നിയമനം കിട്ടുന്നത് നമുക്ക് പോലീസിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുമിച്ച് ട്രെയിനിങ്ങിനെ എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചയാവുന്നത്, പത്രങ്ങളിലൊക്കെ കൂടുതൽ വാർത്തകൾ വരുന്നത്. ഉറപ്പായിട്ടും അതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം CPOനെ സംബന്ധിച്ചിടത്തോളം വെറും റിട്ടൺ ടെസ്റ്റ് മാത്രമല്ല, ഫിസിക്കൽ സംഭവം കൂടിയുണ്ട്. അപ്പോൾ ആ ഫിസിക്കൽ ട്രെയിനിങ്ങും കൂടി നമ്മളിവിടെ സജ്ജമാക്കും. അതിനുള്ള ഫിസിക്കലായിട്ടുള്ള അധ്യാപകനുണ്ട്. നമുക്ക് പ്രഗതി ഫിസിക്കൽ അക്കാദമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓടാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുലർച്ചെ കുട്ടികൾ 5:30 മണിക്ക് റിപ്പോർട്ട് ചെയ്യും ഗ്രൗണ്ടിൽ. അതിനുശേഷം നമ്മുടെ PSC എക്സാം കണ്ടക്ട് ചെയ്യും. നമ്മളിപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കലിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. എന്നിട്ട് കുട്ടികളെ ശരിക്കും നോക്കും, ഇന്ന ഐറ്റംസ് കിട്ടാനുണ്ടെന്ന് അവർ മാത്രം സെർച്ച് വീണ്ടും ചെയ്യും. അങ്ങനെ ശരിക്കും സെറ്റപ്പ് ആയിട്ട് നമ്മൾ വിടുന്നത്. ഈ ഇപ്പോഴത്തെ ഏതൊക്കെ ബാച്ചുകൾ, അതായത് ഇപ്പോൾ ഏതൊക്കെ മത്സര പരീക്ഷകൾക്കാണ് നമ്മൾ പ്രഗതി കൊടുക്കുന്നത് കോച്ചിങ്? നമ്മൾ ഇപ്പോൾ നിലവിൽ 3 മേഖലയാണ്. ഒന്ന് PSC, അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പ്രഗതി സ്കൂൾ ഓഫ് ബാങ്കിങ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ ജൂലൈ മാസം തൊട്ട് നമ്മളിപ്പം പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSCയുടെ MTS, അതുപോലെ തന്നെ CHSL, CGL എന്നുള്ള ഈ മേഖലയിലും കൂടി നമ്മൾ ഇപ്പം വരുന്നു. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അതും കൃത്യമായിട്ട് നമ്മളിപ്പോൾ ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിലവിലിപ്പോൾ 4 മേഖലയാണ് നമ്മൾ വരുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെത്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, SSC. ഈ വർഷത്തെ വിജയങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ വർഷം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും മധുരമുള്ളൊരു വിജയം എന്ന് പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് LP സ്കൂൾ ടീച്ചറുടെയാണ്. അത് കണ്ണൂർ ജില്ലയിൽ നമുക്ക് 199 പേര് അടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ ഏകദേശം 98 പേരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണെന്നുള്ളത് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നു. ആ 98 പേരിൽ തന്നെ നമുക്കറിയാം ആദ്യത്തെ ഒരു 20 പേരെടുത്താൽ ആദ്യത്തെ 20 പേരിൽ 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 3-ാം റാങ്ക്, 5-ാം റാങ്ക് തുടങ്ങി ഒരു 17 പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 50 പേരെടുത്താൽ ഒരു 27 പേരായി. ആദ്യത്തെ 100 പേരെടുത്താൽ 54 പേരും നമ്മളാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്, നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഒരു മികച്ച റിസൾട്ടാണ് ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ട്, ഏറ്റവും മികച്ച റിസൾട്ട്. അധ്യാപനത്തോട് താല്പര്യം തോന്നിയിട്ടായിരുന്നല്ലോ ഇങ്ങനെയൊരു സർക്കാർ ജോലി മാറ്റിവെച്ചിട്ട് ഇങ്ങനെയൊരു മേഖലയിലേക്ക് എന്ത് തോന്നുന്നു, ഒരു സംതൃപ്തി? ഞാൻ ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്തത് കോടതിയിലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിനോടുള്ള കമ്പം മൂത്തുകൊണ്ട് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, പിന്നീട് ഇതിനോട് നല്ലൊരു ഇഷ്ടം തോന്നിയ ശേഷം പിന്നെ ലീവ് എടുത്തിറങ്ങി. 5 വർഷത്തെ ലീവ് എടുത്തു. അപ്പോൾ 5 വർഷത്തെ ലീവ് എടുത്ത് തിരിച്ച് കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ പുതിയൊരു ഓർഡർ ഇറങ്ങി, 5 വർഷം മാത്രമേ ഇത് ലീവ് കിട്ടുള്ളൂ, അതിനപ്പുറത്ത് ലീവ് കിട്ടില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ വിചാരിച്ചു പിന്നീട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു, ഫാമിലിയൊക്കെ ആലോചിച്ചു. അപ്പോൾ വേണ്ടാന്ന് വെച്ച് റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ നല്ല സംതൃപ്തിയാണ്. കാരണം വെച്ചാൽ ഒരു കുട്ടി ജോലി കിട്ടി പോകുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 4000-ന് അടുപ്പിച്ച് കുട്ടികൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം 4000-ന് അടുപ്പിച്ച് കുട്ടികൾ ഏകദേശം ഇപ്പോൾ സർക്കാർ ജോലി കയറി. 4000 കുട്ടികൾ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ 4000 കുടുംബങ്ങളാണ്. അത്രയും ആൾക്കാർ സർക്കാർ ജോലി പ്രവേശിച്ചുള്ള വലിയൊരു അഭിമാനം തന്നെയാണ്.